പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി നമ്മുടെയൊക്കെ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് മൂലമോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില നിലപാടുകൾ കാരണമോ പലപ്പോഴായി നമുക്ക് പല വലിയ പ്രതിഫലങ്ങൾ നമ്മൾ അറിയാതെ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രവാചക വചനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ ഹുസിബ ലഹു ഖിയാമുൽ ലൈല. ഒരാള് ഇമാമിനെ പിന്തുടർന്ന് അയാളുടെ നമസ്കാരം പൂർത്തിയാകുന്നവരെയും അയാളെ പിന്തുടർന്ന് പൂർത്തീകരിച്ച് നമസ്കരിച്ചാൽ, രാത്രി മുഴുവൻ നമസ്കരിച്ചാൽ എത്ര പ്രതിഫലമാണ് കിട്ടുക, അത്രയും പ്രതിഫലം അയാൾക്ക് അത് മൂലം ലഭിക്കുമെന്നാണ്. ഇത് തറാവീഹ് നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ദിവസം നിസ്കരിച്ച് 3-ാമത്തെ ദിവസമാണ് അവരോട് പറഞ്ഞത്, ഇമാമിനെ പിന്തുടർന്ന് ഇമാമിന്റെ നമസ്കാരം മുതൽ ഇമാമം അവസാനം സലാം വീട്ടുന്നത് വരെയും അയാളെ തുടർന്ന് നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച എത്ര പ്രതിഫലം കിട്ടുമോ അത്രയും പ്രതിഫലം അതിന്റെ പേരിൽ അയാൾക്ക് ലഭിക്കുമെന്നാണ്. ഒന്നതാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലൽ ഇശാഅ ജമാഅ ഫകഅന്നമ ഖാമൽ ലൈല നിസ്ഫഹു. ഒരാൾ ഇശാ നമസ്കാരം ഇമാമോട് കൂടി ജമാഅത്തായി നമസ്കരിച്ചാൽ, രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിച്ചാൽ എത്ര പ്രതിഫലം കിട്ടുമോ അത്രയും ഭാഗം അയാൾക്ക് ലഭിക്കും. ശേഷം നബി വീണ്ടും പറഞ്ഞു, മൻ സ്വല്ല സുബഹ ജമാഅ. ആരെങ്കിലും സുബഹി ജമാഅത്തായി നമസ്കരിച്ചാൽ കഅന്നമ സ്വല്ല ലൈല കുല്ലുഹു. രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ്. അപ്പൊ 3 ഹദീസ് ഒരൊറ്റ സമയത്തെ കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞ രാത്രി ഒന്ന് തറാവീഹ് നമസ്കാരം, ഇമാമോട് കൂടി അയാളുടെ നമസ്കാരം പൂർത്തിയാക്കുന്നത് വരെ അയാൾ തുറന്ന് നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച് എത്ര പ്രതിഫലം കിട്ടുമോ അത്രയും പ്രതിഫലം കിട്ടും. അപ്പോൾ ഒരു രാത്രി ഫുള്ള് നമസ്കരിച്ച പ്രതിഫലം തറാവീഹ് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലിട്ട് വന്നു. പിന്നെ ഇശാ നമസ്കാരമാണ്. ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാലോ അയാൾ രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിച്ചാൽ എത്ര കിട്ടുമോ അത്രയും പ്രതിഫലം അയാൾ കിട്ടി. അപ്പോൾ ഒരു രാത്രിയുടെ ഫുള്ള് കിട്ടി, ഇശാ കൊണ്ട് ഒരു പകുതിയും കിട്ടി. പിന്നെ അയാൾ തന്നെ സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ചാൽ എത്ര പ്രതിഫലം കിട്ടുമോ അത്രയും കിട്ടി. ഒരൊറ്റ രാത്രി കൊണ്ട് 2.5 രാത്രിയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ഈ ഒറ്റ കാര്യത്തെ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നമ്മളൊക്കെ പ്രതിഫലമാണ് നമുക്ക് മാനദണ്ഡം. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രതിഫലം കിട്ടണം. പ്രതിഫലമാണ് ലക്ഷ്യം, അതാണ് പോയിന്റ്. കുറെ ചെയ്തു നമുക്ക് പ്രതിഫലം കുറവാണെങ്കിലോ അതിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോയിന്റ്, പ്രതിഫലം കിട്ടാനാണെങ്കിൽ എന്താണോ പ്രതിഫലം കിട്ടാൻ പറഞ്ഞ മാർഗവും മാനദണ്ഡവും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ന്യായങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവനവന്റെ സംതൃപ്തിക്ക് വേണ്ടി ഉണ്ടാവും, പലതും ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തർ താല്പര്യത്തിന് വീക്ഷണത്തിനും അനുസരിച്ച് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. നിസ്കരിച്ചില്ലെങ്കിലും നിർബന്ധിച്ച് നിസ്കരിപ്പിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ നമ്മൾ ആ ചെറിയ ശ്രദ്ധക്കുറവ് മൂലം വലിയ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രതിഫലമാണ് നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും. അത് കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ഒരു അല്പ ശ്രദ്ധയും കാണിച്ചാൽ മാത്രം മതി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.